ഹായ് ഗൈസ്, വെൽക്കം ടു ദ ചാനൽ സ്റ്റഡി വെൽ വിത്ത് മീ. ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ലക്ഷ്മി കണ്ണൻ എഴുതിയ ഡോണ്ട് വാഷ് എന്ന കവിതയാണ്. അപ്പം നമ്മുടെ കവിതയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. സമ്മറി നോക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ഈ പോയത്തിനെ കുറിച്ച് 2-3 പോയിൻറ്റ്സ് നോക്കാം. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ്, ദ പോം ഈസ് ഡെഡിക്കേറ്റഡ് ടു റഷ സുന്ദരി ദേബി, എ 19th century ബംഗാളി വുമൺ ഹു ടോട്ട് ഹെർസെൽഫ് ടു റീഡ് ആൻഡ് റൈറ്റ് ഡെസ്പൈറ്റ് സിവിയർ സോഷ്യൽ റെസ്ട്രിക്ഷൻസ് ഓൺ വുമൺസ് എഡ്യൂക്കേഷൻ. സ്ത്രീ വിദ്യാഭ്യാസത്തിന്മേലുള്ള കടുത്ത സാമൂഹിക നിയന്ത്രണങ്ങൾക്കിടയിലും സ്വയം എഴുതുവാനും വായിക്കുവാനും പഠിച്ച 19ാം നൂറ്റാണ്ടിലെ ബംഗാളി വനിതയാണ് റഷ സുന്ദരി ദേബി. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഈ കവിത നമ്മുടെ പോയറ്റ് സമർപ്പിച്ചിരിക്കുന്നത്. റഷ സുന്ദരി വാസ് എ സെൽഫ് ടോട്ട് വുമൺ ഹു ലേൺഡ് ടു റീഡ് ആൻഡ് റൈറ്റ് ഡെസ്പൈറ്റ് സൊസൈറ്റൽ റെസ്ട്രിക്ഷൻസ് ഓൺ ഫീമെയിൽ എഡ്യൂക്കേഷൻ. അപ്പം ആ ഒരു 19ാം നൂറ്റാണ്ടിൽ എന്താണെന്നാണ് പറഞ്ഞത്, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന്മേലുള്ള അവകാശമൊന്നും ഇല്ല അല്ലേ, എഴുതാനും പഠിക്കാനും ഒന്നും അവരെ വിടില്ല. അപ്പോൾ സ്ത്രീ വിദ്യാഭ്യാസത്തിന്മേലുള്ള സാമൂഹിക നിയന്ത്രണങ്ങൾക്കിടയിലും എഴുതുവാനും വായിക്കുവാനും സ്വയം വിദ്യാഭ്യാസം നേടിയ ആളാണ് റാഷ സുന്ദരി ദേബി. ഇൻ ദാറ്റ് പീരിയഡ് women were largely confined to domestic spaces and formal education for women was rare. അപ്പോൾ ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ പ്രധാനമായും വീടുകളിൽ ഒതുങ്ങി നിന്നിരുന്നവരായിരുന്നു. സ്ത്രീകൾക്ക് ഫോർമൽ എഡ്യൂക്കേഷനൊക്കെ റെയർ ആയിരുന്നു. കൂടുതൽ സ്ത്രീകളും വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടി അവിടുത്തെ ജോലികളൊക്കെ ചെയ്തിട്ട് നിൽക്കുന്നവരാണ്. റെയർ ആയിട്ട് കുറച്ച് സ്ത്രീകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഫോർമൽ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ട്. Her act of writing on kitchen walls symbolizes resistance against the social norms that suppressed women's intellectual freedom. അടുക്കള ചുമരിൽ എഴുതുന്ന അവരുടെ ആ ആക്ട് ലേഡീസിൻ്റെ ഫ്രീഡത്തിനെ അടിച്ചമർത്തുന്ന സാമൂഹിക മാനദണ്ഡങ്ങൾക്കെതിരായ അവരുടെ ചെറുത്തുനിൽപ്പിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. ഇനി പോയം നോക്കാം. No, don't ever clean with water the dark, sooty walls of your kitchen, റാസ സുന്ദരി. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഡോണ്ട് എവർ ക്ലീൻ വിത്ത് വാട്ടർ ദ ഡാർക്ക്. അതായത് റാസ സുന്ദരി അവരുടെ പേരാണ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അടുക്കളയിലെ പുക പിടിച്ച മതിലുകൾ ഒരിക്കലും കഴുകരുത്. ആ മതിലുകൾ വെറും മതിലുകളല്ല, മറിച്ച് എന്താണ്, അവ നിങ്ങളുടെ രഹസ്യ പഠനത്തിൻ്റെ തെളിവുകളാണ്. അപ്പോൾ ഇവിടെ സൂട്ടി വാൾ എന്ന് പറഞ്ഞാൽ പൊടി പിടിച്ച ആ ചുമരിനെയാണ് പറയുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ക്ലീൻ ചെയ്യാൻ പാടില്ല, അത് കഴുകി വൃത്തിയാക്കാൻ പാടില്ല. പഠിക്കാനുള്ള അവസരങ്ങളില്ലാത്തത് കൊണ്ട് രാസാസുന്ദരി എന്താണ് ചെയ്തത്, അവർ ചിഹ്നങ്ങളും വാക്യങ്ങളൊക്കെ ആ ചുമരിൽ, അടുക്കളയിലെ കരി പിടിച്ച് പൊടി പുരണ്ട ചുമരിലാണ് അവരെന്ത് ചെയ്തേക്കുന്നത്, അവർ എഴുതി വെച്ചിരിക്കുന്നത്. അത് നോക്കിയാണ് അവർ പഠിക്കുന്നത്. ഫോർ ദ അക്ഷര യു സ്ക്രാച്ച്ഡ് ഓൺ ദ വോൾ സോ ഫെർട്ടീവ്ലി, ദ അക്ഷര യു ട്രൈഡ് ടു മാച്ച് വിത്ത് ദ സൗണ്ട്സ് യു ഹേർഡ്. അപ്പോൾ ഇവിടെ പറയുന്നത്, നിങ്ങൾ രഹസ്യമായി മതിലിൽ അക്ഷരങ്ങൾ എഴുതി, നിങ്ങൾ കേട്ട ശബ്ദങ്ങളുമായി മാച്ച് ആവാൻ, അതായത് പൊരുത്തപ്പെടാൻ നിങ്ങൾ എന്ത് ചെയ്തു, ട്രൈ ചെയ്തു, ശ്രമിച്ചു. ഇതിനർത്ഥം ആരും കാണാതെ അവരെന്ത് ചെയ്തു, സ്വയം പഠിക്കാനായിട്ട് ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ദേ ഹാവ് ക്വിക്കൻഡ് നൗ വിത്ത് ലൈഫ്. റാഷ സുന്ദരി അടുക്കളയിൽ ചുമരിലെഴുതിയ അക്ഷരങ്ങൾക്ക് ഇപ്പോൾ ജീവൻ ലഭിച്ചു. ഇതിനർത്ഥം എന്താണ്, അവളുടെ ആ പരിശ്രമം അല്ലേ, ആരും കാണാതെ ആയാലും അവൾക്ക് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവളുടെ ആ ഒരു പരിശ്രമം, അത് പഠിച്ചെടുക്കുമെന്ന പരിശ്രമം എന്ത് ചെയ്തു, വിജയിച്ചു എന്നാണ് പറയുന്നത്. ഈവൻ ആസ് യു വാഷ് റൈസ്, ഫിഷ്, വെജിറ്റബിൾസ്, ഈവൻ ആസ് യു പീൽ, കട്ട്, ബേക്ക്, സ്റ്റിർ ആൻഡ് കുക്ക്, ദ ഈവനിങ് ലെറ്റേഴ്സ് ഓൺ ദ വാൾ വിൽ ടേക്ക് വിങ്സ്.
നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ എന്തൊക്കെ ജോലിയാണ് ചെയ്യുന്നത്? വാഷ് റൈസ്, ഫിഷ്, വെജിറ്റബിൾ, ഈവൻ ആസ് യു പീൽ, കട്ട്, ബേക്ക്, കുക്ക്, ഇതൊക്കെ ചെയ്യുമ്പോൾ അല്ലേ, അരി കഴുകുമ്പോഴും ഫിഷ് കഴുകുമ്പോഴും വെജിറ്റബിൾ കഴുകുമ്പോഴും അതിൻ്റെ തൊലി കളയുമ്പോഴും കട്ട് ചെയ്യുമ്പോഴും ബേക്ക് ചെയ്യുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴൊക്കെ എന്താണ്, ആ ചുമരിലെ അക്ഷരങ്ങൾ ജീവൻ തേടി പറക്കുകയാണ്. ആ ജോലികൾ ചെയ്യുന്ന സമയത്തും അവളുടെ അറിവ് വളരുകയാണ്. അറിവ് ചിറകിട്ട് പറക്കുന്നവയായി മാറുന്നു. They fly down to the palm leaf you once stole from your son. ഒരിക്കലേ അക്ഷരങ്ങളെ നിന്റെ മകനിൽ നിന്ന് മോഷ്ടിച്ച പാം ലീഫിലേക്കും എന്താവും, ഫ്ലൈ ചെയ്യും, പറക്കും എന്നാണ് പറയുന്നത്. See how the letters move in the eyes of the mind, then leap over, back to the wall. From the page of Chaitanya Bhagavata, you tore from the book when no one was looking. അക്ഷരങ്ങൾ നിങ്ങളുടെ മനസ്സിലെ കണ്ണുകളിൽ ചലിക്കുന്നു. പിന്നെ ആരും കാണാതെ നിങ്ങൾ കീറിയ ഭാഗവത ഗ്രന്ഥത്തിലെ പേജിലേക്കും വീണ്ടും അതെന്ത് ചെയ്യുന്നു, ചുമരിലേക്കും പോകുന്നു. അതായത് അറിവെന്നത് ഒരിടത്ത് മാത്രം പകർത്തി വയ്ക്കാനാവുന്ന ഒന്നല്ല എന്നാണ് പറയുന്നത്. യു നീഡ് നോ ബുക്ക്, രാസാ സുന്ദരി, നോ പേപ്പർ ഓർ പെൻ എയ്തർ. നിങ്ങൾക്ക് എന്ത് വേണ്ട? പുസ്തകവും പേനയും കടലാസും ഒന്നും വേണ്ട. അവളുടെ ആ മനസ്സും പരിശ്രമവും അടുക്കളയിലെ വോളും തന്നെ പഠനത്തിനും അറിവിനും മതിയാവുമെന്നാണ് പറയുന്നത്. എല്ലാം അവൾ മനസ്സിലല്ലേ, എന്ന് വെച്ചാൽ എന്താണ്, അവൾക്ക് പഠിക്കാനുള്ള അവകാശമൊന്നുമില്ല. അപ്പോൾ അവൾക്ക് എന്ത് വേണ്ട? പുസ്തകവും പേനയും കടലാസും ഒന്നും വേണ്ട. അവൾക്ക് ആകെ എന്താണ് വേണ്ടത്? അവളുടെ മനസ്സും പഠിക്കണമെന്ന അവളുടെ ആ ഒരു ഡ്രീം അല്ലേ, ഒരു ശ്രമവും അടുക്കള മതിലും മാത്രം മതി എന്നാണ് പറയുന്നത് അവളുടെ പഠനത്തിന് വേണ്ടിയിട്ട്. യു ഹാവ് ദ ബ്ലാക്ക് സ്മഡ്ജി കിച്ചൺ വോൾ ഫോർ യുവർ മാജിക്കൽ സ്ക്രിബിൾസ്. ഇവിടെ പറയുന്നത് അടുക്കള ഭിത്തി തന്നെയാണ് അവളുടെ മായാജാല എഴുത്തുകൾക്കുള്ള ഉപകരണങ്ങൾ എന്നാണ് പറയുന്നത്. ആ ഒരു ഭിത്തിയാണ് അവൾക്ക് എന്താണ്, പേപ്പർ അല്ലേ, നമ്മൾ എഴുതി പഠിക്കുന്ന പേപ്പറാണ് അവൾക്ക് ആ ഭിത്തി. അതുകൊണ്ട് വേറെ എന്താണ്, എഴുത്തുകൾക്കുള്ള സാധനങ്ങളൊന്നും വേണ്ട. ആ ഭിത്തിയാണ് അവളുടെ മായാജാല എഴുത്തുകൾക്കുള്ള ഉപകരണം. ആ മതിലിലാണ് അവൾ പഠനത്തിനായിട്ടുള്ളതൊക്കെ എഴുതി വച്ചിട്ടുള്ളത്. ലൈൻസ്, എലിപ്സസ്, കർവ്സ്, all of them your secret codes for a whole new world. വരകൾ, വളവുകൾ, ചിഹ്നങ്ങൾ എല്ലാം പുതിയ ലോകത്തേക്കുള്ള രഹസ്യ അറകളാണ്. ഓരോ രചനയും ഓരോ അടയാളവും പുതിയ അറിവിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ, പുതിയ ചിന്തകളുടെ ലോകത്തേക്കുള്ള വാതിൽ തുറക്കുന്നു.